ജ്ഞാനിയും വിജ്ഞാനിയും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഉണ്ടല്ലോ. സാമാന്യമായി ഈ വിഷയം വളരെ വിശദമായി ഭഗവാൻ ഭാഷ്യകാരൻ തൻ്റെ ഗീതാഭാഷ്യത്തിൽ പറഞ്ഞു തരുന്നുണ്ട്. പല സന്ദർഭങ്ങളിലും ഗീതയിൽ ഭഗവാൻ ജ്ഞാനം വിജ്ഞാനസഹിതം ഒന്ന്, രണ്ട് ജ്ഞാനം സവിജ്ഞാനം എന്നുള്ള പദപ്രയോഗങ്ങൾ ചെയ്തിട്ടുണ്ട്. അവിടങ്ങളിൽ വ്യക്തമായി ഭഗവാൻ ഭാഷ്യകാരൻ പറഞ്ഞു തരും, ഗുരു ശാസ്ത്രങ്ങളിലൂടെ ബുദ്ധിതലത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളത് ജ്ഞാനം, അതാണ് പരോക്ഷജ്ഞാനം. അത് തന്നെ സംശയവിപര്യങ്ങൾ നീങ്ങി സ്വാനുഭൂതമാകുന്നതാണ് വിജ്ഞാനം. അപ്പോൾ അനുഭവജനിതമായ സാക്ഷാത്കാരം ആണ് വിജ്ഞാനം. വിജ്ഞാനം ആർക്കുണ്ടോ അയാൾ വിജ്ഞാനി. ഇതിൽ പരോക്ഷജ്ഞാനം മോശമെന്ന് ആരും വിചാരിക്കരുത്. പരോക്ഷജ്ഞാനം ശ്രേഷ്ഠമാണ്. പക്ഷേ അപരോക്ഷ സാക്ഷാത്കാരം എന്നുള്ളത് അവിടെ പിന്നെ അവിടെ സന്ദേഹമില്ല. ആ സന്ദേഹരഹിതമായ ആത്മബോധത്തിൽ വിഹരിക്കുന്നവനാണ് വിജ്ഞാനി. ഇതാണ് ജ്ഞാനിയും വിജ്ഞാനിയുമുള്ള വ്യത്യാസം. ഉണ്ടെങ്കിൽ അത് സാധാരണക്കാർക്ക് തിരിച്ചറിയാൻ സാധിക്കും. ആരായി സാധാരണക്കാർ? സാധാരണക്കാർക്ക് ജ്ഞാനിയെയും അജ്ഞാനിയെയും തിരിച്ചറിയാൻ പറ്റുമോ? പിന്നല്ലേ ജ്ഞാനിയെയും വിജ്ഞാനിയെയും. ജ്ഞാനിയെ തിരിച്ചറിയാൻ പറ്റുമോ? എന്താ അഭിപ്രായം? അവനവന് മാത്രമേ അറിയുള്ളൂ, വേറെ ആർക്കും അറിയില്ല. ഒരാൾ ജ്ഞാനിയാണോ, പരോക്ഷജ്ഞാനമുണ്ടോ ഇല്ലയോ, അതുപോലും വേറൊരാൾക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അറിയില്ല, പറ്റില്ല. നിങ്ങളുടെ മുമ്പിൽ ചിദാനന്ദപുരിസ്വാമി വന്നിരുന്ന് ഘോരഘോരം 2 മണിക്കൂർ വേദാന്തം പ്രസംഗിക്കുന്നുണ്ട്. എത്ര കാലമായി തുടങ്ങിയിട്ട് ഇല്ലേ? സ്വാഗതം പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് 22 കൊല്ലമായി എന്ന്. അപ്പോൾ ഒരു ആവറേജ് ഒരു 5-6 ദിവസം കൂട്ടിയാൽ പലപ്പോഴും 7 ദിവസം ഉണ്ട്. എന്നാൽ തന്നെ എത്ര ദിവസമായി ഇപ്പോൾ നമ്മൾ ഒത്തുകൂടിയിട്ട് വേദാന്ത ചർച്ച ചെയ്യണു? അതുകൊണ്ട് ഇയാൾ ജ്ഞാനിയാന്ന് അർത്ഥമുണ്ടോ? ഉണ്ടോ? ഇല്ല. ജ്ഞാനി അല്ലാന്ന് അർത്ഥമുണ്ടോ? അതും ഇല്ല. പിന്നെ എന്തേ അർത്ഥമുള്ളൂ? ഇയാൾ കുറച്ച് ശാസ്ത്രം പഠിച്ചിട്ടുണ്ട്. 2, പഠിച്ചതിന് ഇയാൾക്ക് പറയാനുള്ള കഴിവുണ്ട്. അത്രയേ ഉള്ളൂ. വേറൊരർത്ഥമില്ല. ജ്ഞാനിയാണെന്നോ അജ്ഞാനിയാണെന്നോ അർത്ഥമില്ല. ജ്ഞാനിയാണോ അജ്ഞാനിയാണെന്ന് പരീക്ഷ വന്നാലേ അറിയുള്ളൂ. പരീക്ഷ വരാതെ അറിയില്ല. ഇത് പറയുമ്പോൾ നമ്മളെപ്പോഴും ഓർമ്മിക്കുന്ന ഒരു ദൃഷ്ടാന്തമുണ്ട്. അത് നിങ്ങളുമായിട്ട് പങ്കുവെച്ചിട്ടുണ്ടാവും. ഒരാളെ തന്നെ എല്ലാ കൊല്ലവും വിളിച്ചാലുള്ള കുഴപ്പമില്ല, പറഞ്ഞാൽ തന്നെ പറയും. അപ്പം നിങ്ങൾക്ക് മടുപ്പ് വരും. അതുകൊണ്ട് ആളെ ഒന്ന് മാറ്റി പിടിക്കുക അടുത്ത കൊല്ലം. ഇരിക്കട്ടെ. അപ്പോൾ ഈ പറഞ്ഞാൽ തന്നെ പറയുമ്പോൾ ഒരു മടുപ്പുണ്ടാവുകയെ. എന്താ സംഭവം വെച്ചാൽ കുറേ കൊല്ലങ്ങൾക്ക് മുമ്പാണ്, എത്ര കൊല്ലമായി എന്നൊന്നും പറയാൻ വയ്യ, എന്തായാലും 10 കൊല്ലത്തിലധികമായി, പരമപൂജ്യ കാശികാനന്ദ ഗിരിസ്വാമികൾ കേരളത്തിൽ വന്നു. ഒറ്റപ്പാലടുത്ത് നിർമ്മലാനന്ദ ഗിരിസ്വാമികൾ ക്ഷണിച്ചിട്ട് ചികിത്സയ്ക്ക് വേണ്ടി വന്നതാണ്. അപ്പോൾ കാശികാനന്ദ ഗിരിസ്വാമി വന്നു എന്ന് അറിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് തിരിച്ചു പോണതിന് മുമ്പ് ഒന്ന് പോയി നമസ്കരിക്കണം. അത്രയുള്ള വേറെ ലോഹ്യങ്ങളൊന്നും വേണ്ട, ഒന്ന് പോവുക, നമസ്കരിക്കുക. കാരണം സ്വാമിജി കേരളത്തിൽ വന്നിട്ട് കേരളത്തിലുള്ള ഞങ്ങളൊക്കെ പോയി കണ്ടില്ല പറഞ്ഞാൽ ശരിയല്ല. അങ്ങനെ നമ്മളിവിടുന്ന് പുറപ്പെട്ടു. ഒഴിവുള്ള ദിവസം നോക്കി പുറപ്പെട്ടു. സന്ദർഭവശാൽ അതേ ദിവസമാണ്, അതേ സമയത്താണ്, ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല, പാലക്കാട് നിന്ന് അശേഷാനന്ദ സരസ്വതി സ്വാമികൾ വരുന്നത്, ചിന്മയ മിഷൻ. അങ്ങനെ 2 ആൾ ഞങ്ങൾ ഒത്തുകൂടി ഒരു സമയത്ത്. വലിയ സന്തോഷമായി. പ്ലാൻ ചെയ്യാണ്ട് കാണുമ്പോൾ ഒരു സന്തോഷം. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി സ്വാമിയുടെ റൂമിലേക്ക് ഒന്നിച്ചാൽ പോയത്. ഇതൊന്നും കഥയല്ല. ഞങ്ങൾ 2 ആളും സ്വാമിയെ ദീർഘദണ്ഡ നമസ്കാരം ചെയ്തു. സ്വാമിക്ക് വലിയ സന്തോഷം. സ്വാമി ചിരിച്ചു. ചിരിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ്. കാരണം കാശികാനന്ദഗിരി സ്വാമിയുടെ ഒരു പഴയ ചിത്രമാണ് എൻ്റെയൊക്കെ മനസ്സിലുള്ളത്. ചിരിക്കാനേ കണക്കായി. അതിൻ്റെ ഒരു വല്ലാത്ത ഭാവമാണ്. പേടിയാവും എടുത്ത് പോയാൽ. ചിരിക്കില്ല, വലിയ ഗൗരവമാണ്. ചിരിക്കണം. അപകടത്തിന് പോലും ചിരിച്ചു പോവില്ല. അതുപോലെ ഒരു കാരണവശാലും മലയാളം പറയില്ല. സംസ്കൃതം ഹിന്ദി മാത്രമേ പറയുള്ളൂ, വേറൊന്നും പറയില്ല. അങ്ങനെയാണ്. ഇരിക്കട്ടെ. ഇത് കുട്ടികളെ പോലെ ചിരിക്കുന്നുണ്ട്, ഒക്കെ ഉണ്ട്, വർത്താനൊക്കെ പറഞ്ഞു. വയസ്സായപ്പോൾ വളരെ ലഘുവായി സ്വാമി. ലഘു എന്ന് പറഞ്ഞാൽ മോശമുള്ള അർത്ഥത്തിലല്ല പറഞ്ഞ കേട്ടോ, വളരെ മാർദ്ദവത്തോടു കൂടി, സാരല്യത്തോടു കൂടി ആയി തോന്നുന്നു. ആദ്യത്തെ ആ ഗൗരവമൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ പല വർത്തമാനങ്ങളും പറഞ്ഞു. മറ്റങ്ങനെ വർത്തമാനമൊന്നും അധികം പറയില്ല. അങ്ങനെ വർത്തമാനം പറഞ്ഞപ്പോൾ സ്വാമി ഒരു ചോദ്യം.
ചോദ്യം ഇതാണ്, കേരളത്തിലെ ഏറ്റവും വലിയ വിദ്വാൻ ആരാണ്? ഭഗവാനെ എന്താ പറയുക, വലിയ പ്രശ്നം. അശേഷാനന്ദ സ്വാമി എന്നെ നോക്കിയിട്ട് പറഞ്ഞോളൂ, ഞാൻ അശേഷാനന്ദ സ്വാമി നോക്കിയിട്ട് പറഞ്ഞോളൂ. അശേഷാനന്ദ സ്വാമി പതുക്കെ പറഞ്ഞു, സ്വാമി കേൾക്കാം, സ്വാമിയാ പറയേണ്ടത്. പറയാൻ അശേഷാനന്ദ സ്വാമിക്ക് പറയാൻ ന്യായമുണ്ട്, കാരണം ഞങ്ങൾ രണ്ടിൽ ഞാനാണ് സീനിയർ. അപ്പോൾ ഞാൻ പറയണമെന്നാണ് സ്വാമിജി പറഞ്ഞത്. എന്തോ ഒരു ബുദ്ധി തോന്നി, അത് എവിടുന്നാണ് തോന്നിയെന്ന് ഇപ്പോഴും അറിയില്ല. ഞാൻ ഏത് മേഖലയിൽ സ്വാമി എന്ന് ചോദിച്ചു. ഉടനെ അതാ പറയുന്നത്, ന്യായശാസ്ത്രത്തിൽ. അപ്പം ന്യായത്തിൽ ആരാണ് ഏറ്റവും വലിയ പണ്ഡിതൻ എന്നാണ്. ഞാൻ പറഞ്ഞു, അറിയില്ല സ്വാമിജി, ചിലപ്പോൾ വാസുദേവൻ പോറ്റി ആയിരിക്കും എന്ന് പറഞ്ഞു. ഇതാണ് പറഞ്ഞത്, ഇതാണ് സത്യസന്ധമായുള്ള മറുപടിയാണ്. ഞാനാ നല്ല പറഞ്ഞത്. വാസുദേവൻ പോറ്റി ആയിരിക്കും, ആണെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. വാസുദേവൻ പോറ്റി ആയിരിക്കാം. അതാ ഞങ്ങളെ രണ്ടാളെ ഞെട്ടിച്ചുകൊണ്ട് അടുത്ത ചോദ്യം, വേദാന്തത്തിലോ? വേദാന്തത്തിൽ ആരാ ഏറ്റവും വലിയ വിദ്വാൻ? ഞാൻ പറഞ്ഞു, വേദാന്തത്തിൽ ഞാനാ ഏറ്റവും വലിയ വിദ്വാൻ എൻ്റെ അഭിപ്രായത്തിൽ. സ്വാമിജിയാണ് ഏറ്റവും വലിയ വിദ്വാൻ സ്വാമിജിയുടെ അഭിപ്രായത്തിൽ. ഉടനെ സ്വാമിജി ചോദിച്ചു, കൈസ അവസക്തായ, അതെങ്ങനെയാ, അതങ്ങനെയാവുക? ഞാൻ പറഞ്ഞു, പരീക്ഷയില്ല, പരീക്ഷ നെയ്യേ. അപ്പൊ പരീക്ഷ ഇല്ലാത്തതുകൊണ്ട് ആരാ ഏറ്റവും വലിയ വിദ്വാൻ? എൻ്റെ അഭിപ്രായത്തിൽ ഞാനാണ്. ഇരിക്കുന്ന ഓരോരുത്തരുടെ അഭിപ്രായത്തിൽ അവനവനാണ്. പരീക്ഷ ഉണ്ടെങ്കിലല്ലേ മനസ്സിലാവുള്ളൂ. മനസ്സിലായില്ല? എന്താ പരീക്ഷ? എഴുത്തു പരീക്ഷയാ? അല്ല, അത് വേറെ പല പരീക്ഷയാണ്. അതിപ്പോൾ എന്തൊക്കെ പരീക്ഷയാണെന്നിപ്പോൾ ഇവിടെ പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ ഞാൻ ശരീരമല്ല, ഞാൻ ഇന്ദ്രിയങ്ങളല്ല എന്നൊക്കെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്നൊരു രാജവെമ്പാല ചാടി വരുന്നത്. ഇപ്പോഴാ ഇതിലൊന്നും ഓടിപ്പോവാനുള്ള സമയമല്ല, ഇതിലെ ചാടി എല്ല് പൊട്ട. അപ്പോൾ സ്വാമിയല്ലേ ഞാൻ ശരീരമല്ല എന്ന് പറഞ്ഞത്? എടാ, അത് ഞാൻ പറഞ്ഞതല്ലേ, ഇജാതി സാധനം വരുമെന്ന് ഞാൻ വിചാരിച്ചോ? ഇതാണ് പരീക്ഷ, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരാൾ എനിക്കൊരു 10 റുപ്യ ദക്ഷിണ വെച്ചിട്ട് അപ്പുറത്തുള്ള സ്വാമിക്ക് ഒരു 100 റുപ്യ ദക്ഷിണ വെക്കണം. അപ്പോൾ കാണാൻ എൻ്റെ നോട്ടം. ഒന്നുമില്ലെങ്കിൽ ഞാനല്ലേ ഇപ്പോൾ വലിയ ആള്, അയാളേക്കാൾ വലുത് ഞാനല്ലേ. അപ്പോൾ അയാൾക്ക് 10 എനിക്ക്, അല്ല എനിക്ക് 10 അയാൾക്ക് 100, എന്ത് ന്യായാകും? വലിയ പ്രശ്നമാണ് ഇതൊക്കെ. അപ്പം ഇങ്ങനെ പരീക്ഷ വന്നാലേ അറിയുള്ളൂ, വേറൊന്നും അറിയില്ല. ആ പരീക്ഷകൾ എന്തൊക്കെയാണെന്ന് ഓർമ്മിക്കണമെങ്കിൽ കഠോപനിഷത്തിൻ്റെ ആദ്യ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അത് സാധകനുള്ള പരീക്ഷ, സിദ്ധനുള്ള പരീക്ഷയല്ല. അതിൽ തന്നെ നമ്മൾ വീണു പോകും, ഇല്ലേ? എന്നാലോചിച്ച് നോക്കുക. അതുകൊണ്ട് ജ്ഞാനിയാണോ എന്ന് തന്നെ നമുക്കറിയില്ല. പിന്നെ എങ്ങനെയാണ് വിജ്ഞാനിയെ അറിയാം? ഏതെങ്കിലും വിജ്ഞാനി ഞാൻ വിജ്ഞാനിയാണെന്നോ വിജ്ഞാനി അല്ലെന്നോ പറയുമോ? രണ്ടും പറയില്ല. അതുകൊണ്ട് നല്ലത് ഇത് അളക്കാനും തൂക്കാനൊന്നും പോണ്ട. വിദ്വാനേവ വിജാനാദി വിദ്വജ്ജന പരിശ്രമം. വിദ്വാന് മാത്രമേ അറിയുള്ളൂ. കഥം വന്ധ്യ വിജാനീയാത് ഗുർവീം പ്രസവ വേദനാം. വന്ധ്യയായിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് അതിഗുരുതരമായ പ്രസവവേദന അറിയുക? എന്താ ചോദ്യം? ഗുരുവിയായിരിക്കുന്ന ഗുരുതരമായിരിക്കുന്ന പ്രസവവേദന പ്രസവിക്കാത്ത ആൾക്ക് അറിയോ? അറിയില്ല. അതുകൊണ്ട് ആരെ അളക്കാനും തൂക്കാനും ഒന്നും പോണ്ട. എനിക്കറിയില്ല ഭഗവാനെ, അത് മാത്രം മതി, അതാ നല്ലത്.